ഹായ് എവ്രി വൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അങ്ങനെ സി-ടെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഫെബ്രുവരി 8, 2026 ഇനി നടക്കാൻ പോകുന്ന സി-ടെറ്റ് എക്സാം. സോ എല്ലാവരും പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് കരുതുന്നു. റിവിഷനുള്ള ടൈമാണ്. ഇനി തികച്ച് ഒരു മാസം കൂടി നമ്മുടെ കയ്യിലുള്ളൂ. സോ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സി-ടെറ്റ് മാത്തമാറ്റിക്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മസ്റ്റായിട്ടും നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങളുടെ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 5 സെൻറ്റിമീറ്റർ. ഹൗ മെനി ടൈംസ് വിൽ ദ ന്യൂ ഏരിയ ബിക്കം ഇഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് ഡബിൾഡ്? ഓക്കെ, അതായത് നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ സൈഡ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഇസ് ഡബിൾഡ്, ഈ സ്ക്വയറിന്റെ സൈഡ് നമ്മൾ ഡബിൾ ചെയ്യിക്കുകയാണ്. അതായത് 5ന്റെ ഡബിൾ എത്രയാവും? 10 ആവും അല്ലേ? അപ്പോൾ ഇതിന്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആവും. 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൗ മെനി ടൈംസ് ദി ന്യൂ ഏരിയ, പുതിയ ഏരിയ പഴയ ഏരിയയുടെ എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ രണ്ട് സ്ക്വയേഴ്സിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. സൈഡ് എന്താ? 5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 5ന്റെ സ്ക്വയർ എന്ത് വരും? 5ന്റെ സ്ക്വയർ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി സ്ക്വയറിൻ്റെ സൈഡ് ഡബിൾ ചെയ്തിട്ടുണ്ട്, അതായത് 5 × 2, അതായത് 10 സെൻറ്റിമീറ്റർ ആണ് പുതിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ അല്ലേ? അങ്ങനെ കൊടുക്കാം. നമുക്ക് എന്തായിരിക്കും വരിക? ഇവിടുത്തെ സൈഡിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 10 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മെനി ടൈംസ് വിൽ ന്യൂ ഏരിയ ബിക്കം? അതായത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഓൾഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഞാൻ ഇപ്പോൾ ഏരിയ എന്ന് എഴുതിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 25, ദാറ്റ് ഈസ് 4. അതായത് നമ്മുടെ പഴയ സ്ക്വയറിൻ്റെ ഏരിയയുടെ 4 മടങ്ങാണ് പുതിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ 4 ടൈംസ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് ഫ്രാക്ഷൻ ഇൻ അസെൻഡിങ് ഓർഡർ. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ ഈ പറയുന്ന ഏതാണ് ഓപ്ഷൻ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ തന്നിട്ടുള്ളത്? കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എല്ലാം നോക്കുകയാണെങ്കിൽ, എല്ലാ ഓപ്ഷൻസിലും നോക്കുകയാണെങ്കിൽ ഉള്ള ഫ്രാക്ഷൻസ് ഏതാണ്? 1/2, 1/3, 1/4 ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ എല്ലാം ഇതിൻ്റെ എല്ലാം ന്യൂമറേറ്റർ എന്താ? 1 ആണ് അല്ലേ? ഡിനോമിനേറ്റർ എന്താണ്? ഇവിടെ എല്ലാം 2, 3, 4 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ കൂടുന്നതിനായിരിക്കും. ഇപ്പോൾ 1/2 എന്ന് പറയുന്നത് എന്താ? 1/2 എന്ന് പറയുന്നത് 0.5 ആണെന്ന് നമുക്കറിയാം. 1/3 വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ വെച്ചിട്ട് അത് പറയാം അല്ലേ? 1/2 എത്രയാണെന്ന് നമുക്കറിയാം. ഇനി 1/3 എത്രയായിരിക്കും വരിക? 1/3 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? 1ൽ എത്ര 3 ഉണ്ടോ? ഒറ്റ 3 ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിന്റ് കൊടുക്കുന്നു, ഇവിടെ 0 കൊടുക്കുന്നു. ദെൻ 10ൽ എത്ര 3 ഉണ്ട്? 3 അല്ലേ? 9. പിന്നെ വീണ്ടും റിമൈൻഡർ 1 വരും. ഇത് റിപ്പീറ്റ് ചെയ്ത് പോകും. സോ ഇത് ഈക്വൽ ടു 0.33 ആണ്. ഇനി 1/4 എത്രയാണെന്ന് നോക്കാം. ഇവിടെ പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക, ഇവിടെ 2 വരും. 8 റിമൈൻഡർ 2 വരും. ദെൻ നമുക്ക് വീണ്ടും 0 കൊടുക്കുന്നു, ഇവിടെ 5 വരും. ഇത് ഈക്വൽ ടു 0.25 വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആണ് അല്ലേ? പിന്നീട് വരണത്, പിന്നെ ഇതിനേക്കാളും വലുത് വരുന്നത് 1/3 ആണ്. ഏറ്റവും വലുത് വരുന്നത് 0.5 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ? അസെൻഡിങ് ഓർഡറിൽ ഈ ഫ്രാക്ഷനെ അറേഞ്ച് ചെയ്യാൻ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? അപ്പോൾ 0.25 ഈസ് ലെസ് ദാൻ 0.33 ഈസ് ലെസ് ദാൻ 0.5 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 1/4 ഈസ് ലെസ് ദാൻ 1/3 ഈസ് ലെസ് ദാൻ 1/2 എന്ന് വരും. അപ്പോൾ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്?
1/4 ലെസ് ദാൻ 1/3 ലെസ് ദാൻ 1/2. ഇതാണ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ പാറ്റേൺ ഗിവൺ ബിലോ? ഏതാണ് നമ്മുടെ പാറ്റേൺ? 1, 6, 15 എക്സെട്ര 45, 66, 91. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിൽ ഇത് കുറച്ച് ഇത് എക്സെട്ര അല്ല കേട്ടോ, ഇത് ഡാഷ് ആണ്. ഞാൻ എക്സെട്ര എന്നാണ് വായിച്ചത്. 1, 6, 15 ഡാഷ് 45, 66, 91. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ സീരീസ് ഒന്ന് എഴുതാം. 1, 6, 15 ഡാഷ് 45, 66, 91 അല്ലേ? ഇവരുടെ ഡിഫറൻസ് എന്താണ്? ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ് വരണത്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അല്ല, ഇതിനോട് ഇത് എത്ര കൂട്ടിയാലാണ് 6 വരിക എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇവരുടെ രണ്ടുപേരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 9 വരും. പിന്നെ ഇവിടെ ആൾ മിസ്സിംഗ് ആണ്. ഇനി ഇവരുടെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 17 ആണ്. ഇനി എഴുതിയത് ഏതെങ്കിലും മിസ്സായോ? സോറി, ഇവിടെ 21 ആണ് കേട്ടോ. 21 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക? 24 ആണ്, 25 ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇവർ തമ്മിൽ എന്തെങ്കിലും? അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ ഡിഫറൻസ് നമ്മളൊന്ന് നോക്കുക. ഇവരുടെ ഡിഫറൻസ് എന്താണ്? ഇവരുടെ ഡിഫറൻസ് 4 ആണ് അല്ലേ? ഇവരുടെയും ഡിഫറൻസ് എന്താണ്? ഇവരുടെയും ഡിഫറൻസ് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെയും ഈ നമ്പറിൻ്റെ ഡിഫറൻസ്, ഇവിടെ ഒരു നമ്പർ വരുമല്ലോ. സപ്പോസ് ഇത് y ആണെന്ന് വിചാരിക്കാം. ഈ y-യുടെയും ഇതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം? 4 ആയിരിക്കണം അല്ലേ? ഇത് 4 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം, സപ്പോസ് നമ്മൾ ഈ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ഒരു സെഡ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൻ്റെയും ഈ നമ്പറിൻ്റെ ഡിഫറൻസ് എന്ത് വരണം? 4 വരണം. ഇത് 4 വരണമെങ്കിൽ ഈ y എന്തായിരിക്കണം? y എന്ന് പറയുന്നത് എന്തായിരിക്കണം? 13 ആയിരിക്കണം അല്ലേ? ഇവർ 13 ആയിരിക്കണം. ഇനി ഇതിൻ്റെയും ഇതിൻ്റെ ഡിഫറൻസ് എന്ത് വരണം? 4 വരണം അല്ലേ? ഇതിൻ്റെയും ഇതിൻ്റെ ഡിഫറൻസ് 4 വരണമെങ്കിൽ ഈ നമ്പർ എന്താവണം? 17 ആവണം അല്ലേ? ഈ നമ്പർ എന്ന് പറയുന്നത് 70 ആവണം. എന്നാലാണ് ഇവരുടെ ഡിഫറൻസ് എന്ത് വരുള്ളൂ? 4 വരുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസ് എന്താ? 4 അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വരുന്ന ഡിഫറൻസ്, അതായത് ഈ നമ്പറിൻ്റെയും ഈ നമ്പറിൻ്റെ ഡിഫറൻസ് 13ഉം ഈ നമ്പറിൻ്റെ ഡിഫറൻസ് 17ഉം വരണം. അങ്ങനെ പറ്റിയ നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 36 എടുക്കുകയാണെന്ന് വിചാരിക്കുക. 36ൻ്റെയും 15ൻ്റെയും ഡിഫറൻസ് നോക്കുക. 36 മൈനസ് 15 എത്രയാണ് നമുക്ക് വരിക? 21 നമുക്ക് വരുന്നത് അല്ലേ? 21 വരും. അപ്പോൾ നമുക്ക് 21 വേണ്ടത്? 13 വേണ്ടത് അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്താ? 28. 28ൻ്റെയും 13ൻ്റെയും 28ൻ്റെയും 15ൻ്റെയും ഡിഫറൻസ് നോക്കുക. അപ്പോൾ എന്ത് വരും? 13 വരും. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഓക്കെ ആണ്, പാർഷ്യലി ഓക്കെ ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ ഡിഫറൻസ് 17 വരാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അപ്പോൾ ഏതാണ് നമ്മുടെ 45ൻ്റെയും അതുപോലെ തന്നെ 28ൻ്റെ ഡിഫറൻസ് 17 ആണോ നോക്കുക. അതെ, 17 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ എന്തായിരിക്കും? 28 ആണെന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ 2 28 ആണ് നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഇത്രയ്ക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും, എന്നാലും അറിഞ്ഞു വയ്ക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റുബീന സ്റ്റാർട്ടഡ് her journey by car at 16
അവർ 50 മിനിറ്റ് അല്ലേ? അതായത് വൈകുന്നേരം 4:50 സ്റ്റാർട്ട് ചെയ്തു. ഇനി എപ്പോഴാണ് ഫിനിഷ് ചെയ്തത്? ഫിനിഷ് അറ്റ് 21:50 hours. അതായത് 21 എന്ന് പറയുമ്പം നമുക്ക് 9:15 ആ ജേണി ഫിനിഷ് ചെയ്തത്. ദ ടൈം ടേക്കൺ ഇൻ കംപ്ലീറ്റിംഗ് ജേണി ഈസ്. ജേണി കംപ്ലീറ്റ് ആക്കാൻ എടുത്ത ടൈമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എത്രയായിരിക്കും? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 4:50 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡ് ചെയ്തത് എപ്പോഴാണ്? 9:15 എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? ഈ ടൈമിൻ്റെ ഡിഫറൻസ് കണ്ടാൽ പോരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര വരും? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ജേർണി. Starting time of journey is equal to 16 hour and 50 minute അല്ലേ? അതുപോലെ തന്നെ finished time of journey is equal to 21. അതായത് 9:15 9:15 ഫിനിഷ് ചെയ്തത്. നമ്മളോട് ജേർണി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ? 15 minus 16 50. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? അപ്പോൾ ടൈം നോക്കുക. 4:50 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? 4:50 സ്റ്റാർട്ട് ചെയ്തു. 5:50 ആവുമ്പോൾ 1 മണിക്കൂർ, 6:50 ആവുമ്പോൾ 1 മണിക്കൂർ, 7:50 ആവുമ്പോൾ 1 മണിക്കൂർ, 8:50 ആവുമ്പോൾ 1 മണിക്കൂർ, 9:15 മതി അല്ലേ? അപ്പോൾ 9:15 വരെ മതി. 9:15 വരുമ്പോൾ നമുക്ക് എന്തോരാവും? 25 മിനിറ്റ് അല്ലേ? 25 മിനിറ്റ് ആവും. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? 4 മണിക്കൂർ അതുപോലെ തന്നെ 25 മിനിറ്റ് ആയിരിക്കും. സാധാ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റി പോകും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ 4 മണിക്കൂർ 25 മിനിറ്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ ഫാക്ടർ ഓഫ് 3630? 3630യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്, ഫാക്ടർ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതായത് 36 30 അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് 2 ആണ് അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? 1. പിന്നെ ഇവിടെ 8 വരും, ഇവിടെ 1 വരും, ഇവിടെ 5 വരും. ഇനി 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 6 3 18, ഇവിടെ 0 വരും, ഇവിടെ 5 വരും. ഇനി 5 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1, 10 2, ഇവിടെ 1. ഇനി 11 വെച്ചിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് 3630 എന്തെഴുതാം? 2 × 3 × 5 × 11 × 11 എന്ന് എഴുതാം. അപ്പോൾ ഫാക്ടർ അല്ലാത്ത ഏതാണെന്ന്? ഇത് ഫാക്ടറാണ്, 3 ഫാക്ടറാണ്, 5 ഫാക്ടറാണ്, 9 ഫാക്ടർ അല്ല. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഏത് വരും? റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ whole number is added to 100 and the same number is subtracted from 100. The sum of the two resulting numbers so obtained is. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു ഹോൾ നമ്പർ വേണമെങ്കിൽ നമുക്ക് ആ ഹോൾ നമ്പറിനെ എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം അല്ലേ? ഒരു ഹോൾ നമ്പർ 100ൻ്റെ കൂടെ ആഡ് ചെയ്തു ആൻഡ് ആ സെയിം നമ്പർ തന്നെ 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടിൻ്റെയും സം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? വോൾ നമ്പറിനെ നമുക്ക് എങ്ങനെ എടുക്കാം? വോൾ നമ്പർ ഈക്വൽ ടു എക്സ് അല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യണേ? ഓൺ ആഡിങ് അല്ലേ? ഓൺ ആഡിങ് ടു 100 വിത്ത് നമ്പർ. അതായത് എക്സ് ആ സംഭവത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 100 + x വരും. ഇനി എന്താ ചെയ്യുന്നത്? ഇവിടെ എഴുതാം കേട്ടോ. ഓൺ ആഡിങ് എക്സ് ടു നമ്പർ എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഓൺ സബ്ട്രാക്റ്റിംഗ് അല്ലേ?
എക്സ് ഫ്രം 100. അപ്പോൾ എന്തെഴുതാം നമുക്ക്? 100 മൈനസ് എക്സ്. ഓക്കെ, ഇനി ഈ കിട്ടിയ ഈ രണ്ടുപേരുടെയും സം എന്തായിരിക്കും എന്നാണ്. അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് 100 പ്ലസ് എക്സ് പ്ലസ് 100 മൈനസ് എക്സ് എന്നായിരിക്കും വരിക. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് 200 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 200 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് മസ്റ്റായിട്ട് നിങ്ങളുടെ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.